അണ്ടർടേക്കറിൻ്റെ ഇടിമുഴക്കത്തോടുള്ള ആ വരവിന് ജോൺ സിനയുടെ യു ക്യാൻ സീ മീ എന്ന് പറഞ്ഞുള്ള ആ റെസ്ലിംഗ് മൂവ്സും റാൻഡി ഓർട്ടൻ്റെ ചറപറയുള്ള ആർക്കിയും കണ്ട് രോമാഞ്ചം കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. സ്കൂള് വിട്ട് വന്നാൽ റോയും സ്മാക്ഡൗണും ഇടവിടാതെ കണ്ടിരുന്ന ഒരു കാലഘട്ടം. സ്കൂളിൽ പോയി തലേ ദിവസം നടന്ന മാച്ചിൻ്റെ കഥകളൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം. ആ WWE നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ആ WWE ഇന്ന് എന്ത് സംഭവിച്ചു? WWE ക്രിയേറ്റർ WWE എന്ന സാമ്രാജ്യത്തെ ഈ നിലയിലെത്തിച്ചത് അത് വിൻസ് മിക്മാനാണ്. വിൻസ് മിക്മാൻ WWE ഇന്നത്തെ നിലയിലുള്ള ആഗോള കായിക വിനോദ സാമ്രാജ്യമാക്കി മാറ്റിയ കഥ വളരെ ആകസ്മികതകളും ധീരമായ തീരുമാനങ്ങളും നിറഞ്ഞതാണ്. വിൻസ് മിക്മാൻ തൻ്റെ അച്ഛൻ്റെ വിൻസെൻ്റ് ജെ മെക്മാൻ CWC ക്യാപിറ്റൽ റെസ്ലിംഗ് കോർപ്പറേഷൻ എന്ന വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ച് ഗുസ്തി മത്സരങ്ങൾ നടത്തി വരികയായിരുന്നു. പിന്നീട് ഇത് WWF വേൾഡ് വൈഡ് റെസ്ലിംഗ് ഫെഡറേഷനായി മാറി. 1982 വിൻസ് മിക്മാൻ തൻ്റെ അച്ഛൻ്റെ പക്കൽ നിന്നും ഈ കമ്പനി ഏറ്റെടുത്തു. അക്കാലത്ത് അമേരിക്കയിൽ ഗുസ്തി എന്നത് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത്. ഓരോ പ്രൊമോട്ടർമാരും അവരുടെ നിശ്ചിത അതിർത്തിക്കുള്ളിൽ മാത്രമേ മത്സരങ്ങൾ നടത്തിയിരുന്നുള്ളൂ. എന്നാൽ വിൻസ് ഈ കീഴ്വഴക്കം ലംഘിച്ചു. അദ്ദേഹം രാജ്യത്തുടനീളമുള്ള മികച്ച താരങ്ങളെ, ഉദാഹരണത്തിന് ഹൾക്ക് ഹോഗൻ, തൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരികയും ദേശീയ തലത്തിൽ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. 1985 വിൻസ് മിക്മാൻ റെസൽമേനിയ എന്ന ബൃഹത്തായ എന്റർടൈൻമെന്റിനെ സംയോജിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പോപ്പ് സംസ്കാരത്തെയും സെലിബ്രിറ്റികളെയും ഗുസ്തിയോടൊപ്പം ചേർത്തതോടെ റെസൽമേനിയ ഒരു വൻ വിജയമായി മാറി. ഇത് വിൻസിനെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുകയും WWE എന്ന ലോക പ്രശസ്തമാക്കി മാറ്റുകയും ചെയ്തു. 1990കളുടെ അവസാനത്തിൽ ആറ്റിറ്റ്യൂഡ് സ്റ്റോറി ലൈനുകളിൽ വിൻസ് തന്നെ ഒരു കഥാപാത്രമായി മാറി. ഗുസ്തിക്കാരുടെ ക്രൂരനായ ബോസായി മിസ്റ്റർ മിക്മാൻ എന്ന പേരിൽ അദ്ദേഹം അവതരിച്ചതും സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനുമായുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും WWE റേറ്റിംഗ് കുതിച്ചുയരാൻ കാരണമായി. ചുരുക്കത്തിൽ ഗുസ്തിയെ കേവലം ഒരു കായിക ഇനമായി കാണാതെ അതൊരു സ്പോർട്സ് എൻ്റർടൈൻമെൻ്റ് ആണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് വിൻസ് മിക്മാൻ്റെ വിജയമായിരുന്നു. ഒരു ഉടമ എന്നതിലുപരി വിൻസ് മിക്മാൻ റിങ്ങിലിറങ്ങി അടികൊള്ളാനും തയ്യാറായിരുന്നു. സ്വന്തം മകനായ ഷെയ്ൻ മിക്മാനുമായും മകൾ സ്റ്റെഫനിയുമായി വരെ അദ്ദേഹം സ്റ്റോറി ലൈനുകളുടെ ഭാഗമായി. 70കളിൽ പോലും അദ്ദേഹം മികച്ച ശാരീരിക ക്ഷമത നിലനിർത്തുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2008 മുതലുള്ള കാലഘട്ടം WWE ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒന്നായിരുന്നു. ഇതിനെ PG എറയുടെ തുടക്കം എന്ന് വിളിച്ചിരുന്നു. റിങ്ങിൽ രക്തവും വരുന്നത് അദ്ദേഹം കർശനമായി നിരോധിച്ചു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പേടിയില്ലാതെ കാണാൻ പറ്റുന്ന ഒരു ഷോയായി വിൻസ് ഇതിനെ മാറ്റി. വിൻസ് ഒരു മികച്ച ബിസിനസ്സുകാരനാണ്. വലിയ വലിയ കമ്പനികളിൽ, ഉദാഹരണത്തിന് മാറ്റേൽ കളിപ്പാട്ട കമ്പനി, തങ്ങളുടെ പരസ്യം നൽകാൻ WWE ഒരു നിബന്ധന വെച്ചു. ഷോ കുട്ടികൾക്ക് കൂടി കാണാൻ പറ്റുന്നതായി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. PG എറയുടെ ഏറ്റവും വലിയ വിജയം ജോൺ സിനയായിരുന്നു. മുതിർന്നവർ സിനയെ കളിയാക്കുമ്പോഴും കുട്ടികൾക്കിടയിൽ അദ്ദേഹം ഒരു നീതിമാനായ സൂപ്പർ ഹീറോ ആയിരുന്നു. ഇത് മെർച്ചൻഡൈസ്, ക്യാപ്പ്, ടീഷർട്ട് എന്നിവയുടെ വിൽപ്പന വഴി കോടികൾ ലാഭമുണ്ടാക്കാൻ സഹായിച്ചു. വിൻസ് മിക്മാൻ വെറും ഒരു ഉടമ മാത്രമല്ല, ഒരു മികച്ച തിരക്കഥാകൃത്ത് കൂടിയാണ്. CM Punk പോലെയുള്ള വിമതകർക്കും റോമൻ റൈൻസ് പോലെയുള്ള സൂപ്പർ താരങ്ങൾക്കും വേണ്ടി അദ്ദേഹം സ്വയം വില്ലനായി മാറി. ഓരോ തവണ വിൻസ് റിങ്ങിലെത്തുമ്പോഴും WWE റേറ്റിംഗ് കുതിച്ചുയറുകയായിരുന്നു. ശേഷം 2023 നവംബർ 12 TKO ഗ്രൂപ്പ് WWE വാങ്ങിയത്. അലി ഇമ്മാനുവൽ, ഇദ്ദേഹമാണ് TKO ഗ്രൂപ്പിൻ്റെയും അതിൻ്റെ മാതൃക കമ്പനിയായ എൻഡോവറിൻ്റെയും തലവൻ. നിലവിൽ WWEയുടെയും UFC-യുടെയും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഇദ്ദേഹമാണ്. നിക് ഖാൻ, WWE ദൈനംദിന ബിസിനസ് കാര്യങ്ങളും ബ്രാൻഡ് വളർച്ചയും നിയന്ത്രിക്കുന്നത് നിക് ഖാനാണ്. ട്രിപ്പിൾ എച്ച്, അദ്ദേഹം ഇപ്പോൾ വെറും ചീഫ് കണ്ടന്റ് ഓഫീസർ മാത്രമാണ്, അതായത് ഒരു സ്റ്റോറി ക്രിയേറ്റർ. റിങ്ങിലെ മത്സരങ്ങൾ, സ്റ്റോറി ലൈനുകൾ, ഗുസ്തിക്കാരുടെ പ്രൊമോ തുടങ്ങിയ കാര്യങ്ങൾ, ക്രിയേറ്റീവ് കൺട്രോൾ പൂർണ്ണമായും ട്രിപ്പിൾ എച്ചിൻ്റെ നിയന്ത്രണത്തിലാണ്. മാർക്ക് ഷാർപ്പിയോ, ഇദ്ദേഹമാണ് TKO ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിൻസ് മിക്മാൻ WWE കമ്പനിയുമായി ഇന്ന് യാതൊരു സ്ഥാനവുമില്ല. അദ്ദേഹം തൻ്റെ ഓഹരികൾ ഭൂരിഭാഗവും വിറ്റഴിക്കുകയും 2024 കമ്പനിയിൽ നിന്ന് പൂർണ്ണമായി പടിയിറങ്ങുകയും ചെയ്തു. ഇനി WWE TKO ഗ്രൂപ്പ് എങ്ങനെയൊക്കെ നശിപ്പിക്കുന്നു, അതിനുള്ള ഒരു പ്രധാന പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. പുതിയ ആരാധകരെ നഷ്ടപ്പെടുന്നു. നമ്മളൊക്കെ പണ്ട് TV ചാനലുകൾ മാറ്റുന്നതിനിടയിൽ യാദർച്ഛികമായിട്ട് റെസ്ലിംഗ് കണ്ടാണ് ആരാധകരായി മാറിയത്. എന്നാൽ ഇന്ന് നെറ്റ്ഫ്ലിക്സ് പണം കൊടുത്ത് റീചാർജ് ചെയ്താൽ മാത്രമേ WWE കാണാൻ കഴിയൂ.
ഇത് TV വഴി കണ്ടു തുടങ്ങേണ്ട പുതിയ കുട്ടികളെ ഈ കായിക വിനോദത്തിൽ നിന്ന് അകറ്റാൻ കാരണമാകുന്നു. ഇന്ത്യയുടെ ജനസംഖ്യയും റേറ്റിംഗും ലോകത്ത് തന്നെ WWE ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കൊടുക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും WWE പകുതിയിലധികം എൻഗേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. സോണി മാറിയതോടെ, അതായത് നമ്മുടെ 10 സ്പോർട്സ്, നമ്മൾ പണ്ട് മുതലേ WWE കണ്ടു തുടങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തത്സമയം പരിപാടി കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇത് റേറ്റിംഗിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിച്ചേക്കാം. സബ്സ്ക്രിപ്ഷൻ്റെ ഭാരം. കേബിൾ TVക്ക് പുറമെ നെറ്റ്ഫ്ലിക്സിന് കൂടി പണം നൽകുക എന്നത് എല്ലാ കുടുംബങ്ങൾക്കും പ്രായോഗികമല്ല. മൊബൈൽ പ്ലാനുകൾ ഉണ്ടെങ്കിലും TVയിൽ വലിയ സ്ക്രീനിൽ കാണുന്ന അനുഭവം സ്മാർട്ട് TV ഇല്ലാത്തവർക്ക് ലഭിക്കില്ല. ഇന്നത്തെ അവസ്ഥ 2026 ഏപ്രിൽ നിലവിൽ സോണി 10 ചാനലുകളിൽ WWE സംപ്രേഷണം പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ റോ, സ്മാക്ഡൗൺ, NXT, റെസൽമേനിയ, റോയൽ റംബിൾ തുടങ്ങിയ വലിയ ഷോകൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ മാത്രമാണ് തത്സമയം വരുന്നത്. TVയിൽ കാണുന്നതിൻ്റെ ആ പഴയ ആവേശമൊന്നും നെറ്റ്ഫ്ലിക്സിന് നൽകാൻ കഴിയില്ലായിരുന്നു. പണ്ട് ഓരോ PPV, PPV ഷോയ്ക്കും അതിൻ്റേതായ ഒരു സ്റ്റേജ് ഡിസൈനും അന്തരീക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ഷോയാണെന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. റിങ്ങിന് നടുവിൽ വലിയ പ്രൈം ലോഗോ, ബാരിക്കേഡുകൾ, പരസ്യങ്ങൾ. ഇതിനെ ഒരു റെസ്ലിംഗ് ഷോ എന്ന് വിളിക്കണോ അതോ പരസ്യ ലോഗോ എന്ന് വിളിക്കണോ? TKOയ്ക്ക് വേണ്ടത് പണം മാത്രമാണ്, ആരാധകരുടെ ആവേശമല്ല. എന്തുകൊണ്ടായിരിക്കും ജോൺ സിനയും നേരത്തെ പടിയിറങ്ങുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അണ്ടർടേക്കർ 55-ാം വയസ്സിലാണ് റിട്ടയർ ആയത്. എന്നാൽ ജോൺ സിന നേരത്തെ വിരമിക്കാൻ തീരുമാനിക്കുന്നു. കാരണം വ്യക്തമാണ്. വിൻസ് മിക്മാൻ എന്ന അവരുടെ ബോസ് പോയി. വിൻസോ, സ്റ്റെഫിനിയോ അല്ലെങ്കിൽ ട്രിപ്പിൾ എച്ച് മാത്രമായിരുന്നു ഓണേഴ്സെങ്കിൽ ഇവർ ഇനിയും കുറച്ചു കാലം കൂടി റിങ്ങിൽ തുടരുമായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അതായത് ഒരു 5 വർഷം കൂടെ ജോൺ സിനയും ബ്രോക്ക് ലെസ്നറും ഒരുപക്ഷെ നമ്മുടെ കൂടെ കാണുമായിരുന്നു. വിൻസ് പടുത്തുയർത്തിയ ഈ WWE TKO കമ്പനി നശിപ്പിക്കുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. അതായത് ബ്രോക്ക് ലെസ്നറിനും ജോൺസിനേക്കും ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി കാണും ഇനിയും ഇവിടെ നിൽക്കുന്നത്. കാരണം ബ്രോക്ക് ലെസ്നറും ജോൺസിനും WWEയിലെല്ലാം നേടിയായിരുന്നു. ഇനി അവർക്ക് ആവശ്യം ഒരു റിട്ടയർമെൻറ്റാണ്. WWE ഇനി ഭാവിയിൽ നശിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നേരത്തെ ചിന്തിച്ച് സിന ഒരു നല്ല റിട്ടയർമെൻറ്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. വിൻസ് എന്തുകൊണ്ടായിരിക്കും തൻ്റെ മക്കൾക്ക് ഈ കമ്പനി വിട്ടുകൊടുക്കാത്തത്? വിൻസിൻ്റെ അധികാരമോഹം. വിൻസ് മിക്മാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ WWE ഒറ്റയ്ക്ക് ഭരിച്ച വ്യക്തിയാണ്. 2022 ചില ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നുവെങ്കിലും തിരികെ വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കമ്പനി മക്കൾക്ക് നൽകുന്നതിനേക്കാൾ തൻ്റെ അധികാരം ഒരു വലിയ ഗ്രൂപ്പിന് കീഴിലാണെങ്കിലും നിലനിർത്താനാണെന്ന് അദ്ദേഹം ശ്രമിച്ചത്. വിപണി മൂല്യം. മക്കൾക്ക് കമ്പനി വെറുതെ കൈമാറുന്നതിനേക്കാൾ അത് വിൽക്കുന്നതിലൂടെ വിൻസിന് ലഭിച്ചത് $9.3 ബില്യൺ മൂല്യമാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയായി നടത്തുന്നതിനേക്കാൾ ലാഭം ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയോ TKOയുടെ ഭാഗമാകുന്നതാണ് അദ്ദേഹം കണക്കുകൂട്ടി. വിൻസും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഷെയ്ൻ മിക്മാൻ നേരത്തെ തന്നെ കമ്പനിയിൽ നിന്ന് വിട്ടുപോയിരുന്നു. 2022 റോയൽ റംബിൾ പ്രശ്നങ്ങൾക്ക് ശേഷം വിൻസ് തന്നെ ഷെയ്നെ കമ്പനിയിലേക്ക് നിന്നും മാറ്റി. സ്റ്റെഫിനി ഇടക്കാലത്ത് CEO ആയി വന്നെങ്കിലും വിൻസ് തിരിച്ചെത്തിയ ഉടനെ അവർ രാജിവെച്ചു. വിൻസിൻ്റെ രീതികളോടും വിയോജിപ്പാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. ട്രിപ്പിൾ എച്ച് ബിസിനസ് കാര്യങ്ങളെ ഈ വശത്തോടാണ് കൂടുതൽ താല്പര്യം. ചുരുക്കത്തിൽ വിൻസ് മിക്മാൻ തൻ്റെ സാമ്രാജ്യം മക്കൾക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം നൽകിയത് അതിൻ്റെ പണത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എൻഡോവർ TKO എന്ന ഭീമൻ കമ്പനിക്ക് WWE വിട്ടുകൊടുത്തത്. തൻ്റെ മക്കളെ വിശ്വസിച്ച് കമ്പനി ഏൽപ്പിക്കുന്നതിനേക്കാളും സുരക്ഷിതം ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പിനാണെന്ന് വിൻസ് കരുതിയിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഫലമായി നമ്മൾ TVയിൽ കണ്ടിരുന്ന WWE എന്നേക്കുമായി നമ്മളെ വിട്ടു പോയെന്ന് തന്നെ പറയാം. ടോണി ഖാൻ WWE വാങ്ങിച്ചാൽ എന്ത് സംഭവിക്കും? അതായത് AEWയുടെ ഫൗണ്ടർ. പണ്ട് വിൻസ് മിക്മാൻ WCW വാങ്ങിച്ചത് റെസ്ലിംഗ് ചരിത്രത്തിൽ അതിന് ഒരു വലിയ സംഭവമായിരുന്നു. അതുപോലെ ഭാവിയിൽ ടോണി ഖാൻ WWE വാങ്ങിച്ചാൽ അതൊരു വലിയ ചരിത്രമാകും. AEWയും WWEയും തമ്മിൽ ഒന്നിക്കും. ഡീൻ ആംബ്രസ്, ജോൺ മോക്സ്ലി, എഡ്ജ്, ക്രിസ്ത്യൻ തുടങ്ങിയ എല്ലാവരും. ടോണി ഖാൻ ഇത് ഏറ്റെടുത്താൽ ഈ താരങ്ങൾ തമ്മിൽ സ്വപ്ന പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബിസിനസ്സിനേക്കാൾ റെസ്ലിംഗിന് പ്രാധാന്യം നൽകുന്ന ഒരു മാനേജ്മെൻറ്റ് വന്നാൽ മാത്രമേ WWE രക്ഷപ്പെടൂ. പണ്ട് ഹൾക്ക് ഹോഗൻ WWE നിന്ന് പോയപ്പോൾ WWE തീർന്നു എന്ന് എല്ലാവരും കരുതി. പക്ഷേ പകരം റോക്കും സ്റ്റോൺ കോൾഡും വന്നു. അവർ പോയപ്പോൾ ജോൺ സിന വന്നു, അണ്ടർടേക്കർ വന്നു. ഇപ്പോൾ ജോൺ സിനയും ഏകദേശം പടിയിറങ്ങിയപ്പോഴാണ് റോമൻ റെയിൻസും കോഡി റോഡസും ഒക്കെ ആ സ്ഥാനം ഏറ്റെടുത്ത്. പുതിയ സൂപ്പർ താരങ്ങളുടെ നിര തന്നെ ഇന്ന് WWEയിലുണ്ട്. കോഡി റോഡസ്, സെത്ത് റോളൻസ്, ഡ്രൂ മെക്കിൻഡയർ, ഒബാഫേമി, ബ്രോൺ ബ്രേക്കർ, ജേക്കബ് പാറ്റു, അങ്ങനെ തുടങ്ങിയ നിരവധി പേർ. ആരാധകർക്കിടയിൽ ഇവർക്ക് വലിയ സ്വാധീനം തന്നെ ഇന്നുണ്ട്. പഴയ താരങ്ങൾ പോകുമ്പോൾ പുതിയ ആൾക്കാർക്ക് വളരാൻ കൂടുതൽ അവസരം ലഭിക്കാറുണ്ട്. കമ്പനി ഇപ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ്. ആളുകൾ കേവലം ഒരു താരമുള്ളത് കൊണ്ട് മാത്രമല്ല WWE കാണുന്നത്, അതൊരു വലിയ എൻ്റർടൈൻമെൻറ്റ് ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. താരങ്ങൾ പോയാലും WWE എന്നും ഒരു ബ്രാൻഡായി തന്നെ കാണും. എന്നാൽ അതിന് ഉടമസ്ഥരായിട്ട് നല്ല ഒരു
ഓണേഴ്സും കൂടെ വേണം.